Hello, good morning, all of you. Good morning, good morning. Okay, അല്ലേ? Yes. Okay, മക്കളെ, അപ്പോൾ നമുക്ക് ഒരു പ്രയറോട് കൂടി ആരംഭിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കണ്ണുകളൊക്കെ ഒന്ന് പൂട്ടിയിരിക്കുക. യെസ്. ടേക്ക് എ ഡീപ് ബ്രീത്ത്സ്. Hold for 2 seconds. Slowly release. Again, take a deep breath. Hold for 2 seconds. Slowly release. ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, പതുക്കെ പതുക്കെ എല്ലാ ശബ്ദങ്ങളും മനസ്സിൽ നിന്ന് റിമൂവ് ആക്കുക. മനസ്സ് മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകാഗ്രമാക്കിയിരിക്കുക. ഓക്കെ, ദെൻ നിങ്ങളുടെ പ്രിയപ്പെട്ട പാരൻസിൻ്റെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ടീച്ചേഴ്സിൻ്റെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ദെൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് കിട്ടാനും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യങ്ങളായിട്ട് വരുവാനും ഒക്കെ വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. റിലാക്സ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുവാനൊന്ന് പ്രാർത്ഥിക്കുക. ദെൻ എല്ലാവരും മനസ്സൊരിക്കൽ കൂടി ശാന്തമാക്കുക, ഹാപ്പി ആക്കുക. ഓക്കെ, അഗെയിൻ സന്തോഷത്തോടു കൂടി ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഹോൾഡ് ഫോർ 2 seconds. സ്ലോലി റിലീസ്. ഓക്കെ, അങ്ങനെ ചിരിക്കുന്ന സന്തോഷമുള്ള മുഖമായിട്ട് എല്ലാവരും പതിയെ കണ്ണുകളൊന്ന് തുറക്കുക. ഓക്കെ ഓക്കെ അല്ലേടാ? യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാറ്റിലെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തു? ഡീൽ ചെയ്തു. സോ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. സോ നമുക്ക് 1, 2, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യനിലോട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ ജസ്റ്റ് ബിഫോർ അതിന് മുന്നേ യെസ്, നെക്സ്റ്റ് അതല്ല, ഇത് ഇന്നലെ ചെയ്തു. ഓഫ് ഡെറിവേറ്റീവ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ ഞാൻ ഹോംവർക്ക് തന്നായിരുന്നു, അത് ചെയ്തു എന്ന് കരുതുന്നു. സിമ്പിളാണ് അല്ലേ? അപ്പം ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചില എന്താ പറയുക, നമുക്ക് പിടുത്തം കിട്ടാത്ത ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ചെറിയ, നമ്മൾ വിചാരിച്ചതിലും ചെറിയൊരു വേരിയേഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ കാണും. എന്താണ് എന്നുള്ളത് നമ്മൾ അത് എങ്ങനെ ക്ലിയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പം നോക്കുക മക്കളെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എഴുതുക. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ, ഡെറിവേറ്റീവ്സ് അല്ല, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രലിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to cos 2x, x equal to 0, x equal to pi by 2 and x axis. ഓക്കെ ഓക്കെ അല്ലേടാ? യെസ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? ഏരിയ ബൗണ്ടഡ് ദ കർവ്, ചെറിയൊരു സംഭവമാണ് y is equal to cos x എന്ന് പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും. ഇൻ്റഗ്രൽ 0 to pi by 2 cos 2x dx. cos 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ 0 to pi by 2 cos 2x dx. cos 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണ് മക്കളെ? sin 2x by 2. സോ നോക്കൂ, ഇവിടെ 0 to pi by 2 നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ വരിക? ആൻസർ എന്ന് പറഞ്ഞേ. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൻസർ റോങ് ആയിട്ടാണ് വരിക. എന്താ ആൻസർ കിട്ടുക? ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പം sin
2π/2 ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ sin π മൈനസ് sin 0/2. sin π 0 ആണ്, sin π 0 ആണ്, sin 0യും 0 ആണ്. സോ ആൻസർ 0 എന്നാണ് കിട്ടുക. അപ്പം ഇത് റോങ് ആണ്, ഇങ്ങനെയല്ല ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇൻ്റഗ്രേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സപ്പോസ് വാല്യൂസ് നെഗറ്റീവായി പോവുകയാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഇവിടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ cos x അല്ല cos 2x ആണ്. അപ്പം cos 0 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ cos 2 into 0 ഈസ് cos 0 1 ആണ്, cos 0 1 ആണ്. അതേസമയം cos 2 into π/2 2 into π/2 ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് കോസിൽ കൊടുക്കുമ്പം cos 2 into π/2 cos π ഇറ്റ് ഈസ് -1 ആണ്. അതായത് ഒരേ സമയം തന്നെ പോസിറ്റീവ് വാല്യൂം നെഗറ്റീവ് വാല്യൂം ഈ ഇന്റർവെല്ലില് കോസിനുണ്ട്. ക്ലിയർ ആയോ? ഈ ഇന്റർവെല്ലില് കോസിനുണ്ട്. അപ്പോൾ നമുക്ക് 0 to π/2 എന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇന്റഗ്രേഷനിൽ നിങ്ങൾ പഠിച്ചല്ലേ. എന്താ പ്രോബ്ലം? ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1 ആണ് കിട്ടുന്നത്, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? സോറി, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ +1 ആണ് കിട്ടുന്നത്, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1 ആണ് കിട്ടുന്നത് ആൻസർ. ഇവിടെ നമ്മൾ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, cos 2 into 0 1. അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, cos 2 into π/2 ദാറ്റ് ഈസ് cos π -1 ആണ്. അപ്പം ഇവിടെ ഈ ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ π/2 ആകുമ്പോൾ നമുക്ക് -1 ആണ്, എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് 1 ആണ്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏരിയ അണ്ടർ ദിസ് കർവ് ഇതാ, ഈ ഏരിയ പ്ലസ് ഈ ഏരിയയാണ്. ക്ലിയർ ആയോ? ഒന്ന് പോസിറ്റീവ് പോർഷനിലെ ഏരിയ ആണ്, രണ്ടാമത്തെ നെഗറ്റീവ് പോർഷനിലെ ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയണം ഏത് വരെയാണ് പോസിറ്റീവ് ഏത് വരെയാണ് നെഗറ്റീവ്, ഇത് നമുക്ക് അറിയണം. അപ്പൊ നോക്കൂ, എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? ഇവിടെ നോക്കൂ, നോക്കിക്കോളൂ കേട്ടോ. cos 2x 0 ആവണം, cos 2x 0 ആവണം. അപ്പം 2x എന്തായിരിക്കും? cos ഇൻവേഴ്സ് 0 അല്ലേ? cos ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് π/2 ആണ്. സോ എക്സ് എന്തായിരിക്കും? π/4 ആയിരിക്കും. ക്ലിയർ ആയോടാ? എക്സ് എന്തായിരിക്കും? π/4 ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ π/4 വരുന്നു. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് റിക്വയർഡ് ഏരിയ ഇന്റഗ്രൽ 0 to π/2 cos 2x എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? രണ്ട് സെപ്പറേറ്റ് ഇന്റഗ്രലിന്റെ സമ്മായിട്ട് മാറും. അഥവാ 0 to π/2 എന്ന് പറയുന്നത് 0 to π/2 അല്ല, 0 to π/2 ഒരു ഇന്റഗ്രലും, പിന്നെ നെക്സ്റ്റ് π/4 ഒരു ഇന്റഗ്രലും, π/4 to π/2 അടുത്ത ഇന്റഗ്രലും. ക്ലിയർ ആയല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ? രണ്ടായി സെപ്പറേറ്റ് ആയത് മനസ്സിലായടാ? ഒന്ന് ഉഷാറായി കഴിച്ചേ? ഇല്ല, ഒന്നുകൂടി പറയണോ? യെസ്, ഒന്നുകൂടി പറയാട്ടോ. നോക്കൂ മക്കളെ, നമ്മൾ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് കാണുന്നത് ഇന്റഗ്രൽ y/dx ഉപയോഗിച്ചു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ അണ്ടർ ദി കർവ് കിട്ടും. പക്ഷെ അത് നമ്മൾ ഡയറക്റ്റ് ചെയ്തപ്പോൾ 0 ആണ് കിട്ടുന്നത്. അപ്പം ഏരിയ ഒരിക്കലും എന്താവില്ല, അങ്ങനെ 0 ആയിട്ട് നമുക്ക് വരില്ല. ഓക്കെ, ആ സമയം ഈ ക്വസ്റ്റ്യൻ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ് ആ പ്രോബ്ലം? cos 2x ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവും വാല്യൂ കാണിക്കുന്നു ഇൻ ബിറ്റ്വീൻ ദിസ് ഇന്റർവെൽ. അതെങ്ങനെയാ മനസ്സിലായത്? അപ്പം 0 കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, എക്സാമിന് 0 കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് cos 2 into 0 അഥവാ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. 2 into 0 cos 0 1 നോക്കിക്കോളൂ കേട്ടോ. അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നു cos 2 into π/2. 2 ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ cos π എന്താണ്? -1. ക്ലിയർ ആയോ? അപ്പൊ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതാണ് ഇവിടെ 0 കിട്ടാനുള്ള കാരണം. അഥവാ കുറച്ചു ഭാഗം പോസിറ്റീവ് റീജിയനിലും അഥവാ നോക്കൂ ഫസ്റ്റ് ക്വാഡ്രന്റിലും കുറച്ചു ഭാഗം സെക്കൻഡ് ക്വാഡ്രന്റിലോട്ടും വന്നത് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടാനുള്ള കാരണം. ഈസ് ഇറ്റ് ക്ലിയർ? എടാ ക്ലിയർ ആയി എന്ന് കൈവീശേ, എന്താണ് ഇങ്ങനെ ഇരിക്കണേ?
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ മക്കളും ശ്രദ്ധിക്കുക, എവിടെ വെച്ചിട്ടാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് മാറുന്നത്, ആ സ്പ്ലിറ്റ് സംഭവിക്കുന്ന റീജിയൻ ഏതാണ്, അത് മനസ്സിലാക്കാൻ കോസ് 2x സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. കോസ് 2x 0 ആവുന്ന പോയിന്റിൽ വെച്ചിട്ടല്ലേ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് പോകുന്നത്. കോസ് 2x 0 ആണെങ്കിൽ 2x എന്തായിരിക്കും, കോസ് ഇൻവേഴ്സ് 0 π/2. അപ്പം x എന്തായിരിക്കും, π/4. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പം x π/4 ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, 0 മുതൽ π/4 വരെ ഒരു ഇന്റഗ്രലും പ്ലസ് π/4 ടു π/2 അടുത്ത ഇന്റഗ്രലും ചെയ്യണം. അവിടെ നമുക്ക് ചെറിയൊരു കാര്യമുണ്ട്, നോക്കിക്കോളൂ കേട്ടോ. ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് π/4, 0 ആൻഡ് π/4 എക്സിന്റെ വാല്യൂ 0 π/4 ആണെന്ന് വിചാരിക്കുക അല്ലേ. ആ സമയത്ത് എക്സിന്റെ വാല്യൂ 0 π/4 ആണെങ്കിൽ 2xന്റെ വാല്യൂ എന്തായിരിക്കും പറ? 2xന്റെ വാല്യൂ എന്തായിരിക്കും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 0 ടു π/2 ആയിരിക്കും. 0 ടു π/2 cos 2x cos 2x തന്നെയാണ്, അറിയാലോ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് 0 ടു π/2. അപ്പൊ കോസിന് സ്വീകരിക്കാവുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ടു π/2 ആയിരിക്കും. 2x ആയതുകൊണ്ട് എക്സിന്റെ വാല്യൂ 0 ടു π/4 ആകുമ്പോൾ 2xന്റെ വാല്യൂ 0 ടു π/2 അല്ലേ വരിക. അപ്പൊ അങ്ങനെ സമയത്ത് cos 2x തന്നെ ആയിരിക്കും. അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം π/4 ടു π/2 ആണ് എക്സിന്റെ വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പൊ 2 ഇൻറ്റു π/4 π/2 ആണ്, 2 ഇൻറ്റു π/2 π ആണ്. അപ്പം 2xന്റെ വാല്യൂ എവിടെ വരും? 2xന്റെ വാല്യൂ π/2 ടു π, അഥവാ π/2 മുതൽ π വരെ. ഇവിടെ കോസ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ കോസ് എന്താണ്? നെഗറ്റീവ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ, ഇവിടെ നമ്മൾ കോസ് 2x dx കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് കോസ് 2x dx കൊടുക്കണം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പം ഇത് ഇന്റഗ്രൽ 0 ആണെങ്കിലുള്ള ചെക്കിംഗ് മെത്തേഡും എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? സോ എല്ലാവരും ഒന്ന് എഴുതിക്കുക. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ എന്ത് വരും? മൈനസ് കോസ് 2x ആണ്, നെഗറ്റീവ് വാല്യൂ ആണ്. സോ ഈ ഒരു കാര്യം കൂടി അവിടെ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇതും കൂടി ഒന്ന് എഴുതി വെച്ചോളൂ. ഈ ഗ്രാഫ് വരയ്ക്കുക, ഇതും എഴുതുക. സോ ക്ലിയർ ആയല്ലോ? യെസ്. ഡൗട്ടുണ്ടോ? ഡൗട്ടുള്ളവർ ശ്രദ്ധിക്കുക. ഓക്കെ, ഡൗട്ടുള്ളവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ +1 -1 വന്നു. ദാറ്റ് മീൻസ് കോസ് 2x പ്ലസും ആവുന്നുണ്ട് മൈനസും ആവുന്നുണ്ട്. എവിടെ വെച്ചാൽ പ്ലസും മൈനസും വേർതിരിയുന്നത്? അറ്റ് കോസ് x = π/4. അപ്പൊ 0 ടു π/4 എക്സിന് വന്നു കഴിഞ്ഞാൽ 2x എന്തായിരിക്കും? 0 ടു π/2 ആയിരിക്കും, അഥവാ കോസ് 2x. എക്സിന്റെ വാല്യൂ π/4 ടു π/2 വന്നു കഴിഞ്ഞാൽ നമുക്ക് 2xന്റെ വാല്യൂ എന്തായിരിക്കും? π/2 ടു π. 0 ടു π/2 കോസ് പോസിറ്റീവ് ആണ്, π/2 ടു π കോസ് നെഗറ്റീവ് ആണ്. അപ്പം കോസ് 2x പോസിറ്റീവ് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ 0 ടു π/4 ആൻഡ് നെഗറ്റീവ് ആയിരിക്കും ഇൻ ബിറ്റ്വീൻ π/4 ടു π/2. എക്സിന്റെ വാല്യൂ ആണ് മുകളിൽ എഴുതിയത്, 2xന്റെ വാല്യൂ ആണ് താഴെ എഴുതിയത്. ക്ലിയർ ആയല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഗുഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് മുന്നോട്ട് പോവാം, ഈസി ആയിട്ട് മുന്നോട്ട് പോവാം. പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയേ മക്കളെ. യെസ്, ഈ ഇന്റഗ്രൽ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയേ. യെസ്, വേഗം ചെയ്യാം. യെസ്, ആ ഇന്റഗ്രൽ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയേ. നോക്കിക്കോളൂ എങ്ങനെ വരും ഇന്റഗ്രൽ. യെസ്, എഴുതി വെച്ചോ? ഇത് എഴുതി വെച്ചോ? ഓക്കെ, പെട്ടെന്ന് എഴുതി നോക്കിയേ. യെസ്, പെട്ടെന്ന് ചെയ്യാം. യെസ്, നോക്കിക്കോളൂ മക്കളെ. ഇന്റഗ്രൽ 0 ടു π/4 cos 2x. cos 2xന്റെ ഇന്റഗ്രൽ എന്താ? sin 2x/2. സോ 0 ടു π/4 മൈനസ്, എവിടുന്നാ മൈനസ് വന്നേ? ഈ മൈനസ് ആട്ടോ. അഗെയിൻ മൈനസ് sin 2x/2
0 to pi by 4, pi by 2, pi by 4 to pi by 2. So ഇവിടെ വേണമെങ്കിൽ നമുക്ക് 1/2 കോമൺ ആക്കി എടുക്കാം. സോ അപ്ലൈ ദ അപ്പർ ലിമിറ്റ്, വി ഗെറ്റ് sin 2 into pi by 4 minus sin 2 into 0. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ്, ഇവിടെയും അത് തന്നെ ചെയ്യുക. അപ്പർ ലിമിറ്റ് എന്താണ്? pi by 2. sin 2 into pi by 2 minus sin ലോവർ ലിമിറ്റ് pi by 4, pi by 4. അപ്പം ഇവിടെ ഒരു 1/2 ഞാൻ കോമൺ ആക്കി എടുത്തു, 1/2 കോമൺ ആക്കി എടുത്തു. ഓക്കെ, സോ ആസ് യൂഷ്വൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇതിൽ ഇനി ഒന്നും ഡൗട്ട് വരാനില്ല. എന്നും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇവിടെ വരുമ്പം ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ 2 വരും. sin pi by 2 minus sin 0 മൈനസ് 1/2 into ഇതാ രണ്ടും ക്യാൻസൽ ചെയ്തു. sin pi മൈനസ് sin ഇതാ pi by 2 ഇങ്ങനെ വരും ആൻസർ. സോ എല്ലാവർക്കും അറിയാം എന്താ sin pi by 2. sin pi by 2 എന്ന് പറയുന്നത് 1 ആണ്. മൈനസ് sin 0 0 മൈനസ് 1/2 ഇൻറ്റു sin pi 0 ആണ്. sin pi by 2 1 ആണ്. സോ വി ഗെറ്റ് 1/2 into 1 minus 1/2 into minus 1. സോ നമുക്ക് എന്ത് വരും? 1/2 plus 1/2 is equal to 1. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോടാ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ട്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 വന്നു കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചോളാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് വരും? നെഗറ്റീവും പോസിറ്റീവും ആൻസർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് വന്നു കഴിഞ്ഞാൽ അത് ഏത് വാല്യൂവിലാണ്, ഏത് പോയിന്റിലാണെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? എല്ലാ മക്കളും ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഒന്ന് ഉഷാറായി കൈവീശിയേ. യെസ് 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 യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, സോ ഗ്രാഫ് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞു, പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. സോ 0 to pi by 4 വാല്യൂ 2x കൊടുക്കുക. കാരണം നമ്മുടെ വാല്യൂ cos 2x ആണ് അല്ലേ? അപ്പം ഇവിടെ cos 2x ആണെങ്കിൽ ഇവിടെ മൈനസ് cos 2x ആണ്. അത് വെച്ചിട്ട് വേണം നമ്മൾ ഫംഗ്ഷൻ ചെയ്യാൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്. ഓക്കെ, ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. എലിപ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലിതാ ഈ ടൈപ്പ് നമ്മൾ ചെയ്ത ഈ 4 ടൈപ്പിൽ ടൈപ്പ് ഷുവർ ആട്ടോ. ഓക്കെ, നമ്മൾ ഇന്നലെ 2 ടൈപ്പ് ചെയ്തു, ഇന്ന് 2 ടൈപ്പ്. സോ 4 ടൈപ്പിൽ ടൈപ്പ് ഷുവർ ആണ് കേട്ടോ. ഓക്കെ, ലിസൺ. ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ എലിപ്സ്. Area bounded by the ellipse x square by 25 plus y square by 16 equal to 1. X square by 25 plus y square by 16 equal to 1. Okay. വേഗം എഴുതിക്കോളൂ. യെസ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം എങ്ങനെയായിരിക്കും എലിപ്സിന്റെ ഷേപ്പ് ഉണ്ടാവുക. എങ്ങനെയായിരിക്കും? സ്ലീപ്പിംഗ് ഓർ സ്റ്റാൻഡിങ് എലിപ്സ് ഏതാണ് വരിക? പറയടോ. എക്സ് അല്ലേ വലിയ വാല്യൂ? 25 വന്നിട്ടുണ്ട്. സോ ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 5 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? സോ നമുക്ക് ആ എലിപ്സ് എങ്ങനെ വരും? യെസ്, ഇതാ സ്ലീപ്പിംഗ് എലിപ്സ് ആയിരിക്കും. കാരണം എക്സ് ആക്സിസിലാണ് 5, വൈ ആക്സിസ് 4 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എക്സിന്റെ താഴെയുള്ളതാണ് എക്സ് ആക്സിസിലെ പോയിന്റ് വരിക, വൈൻ്റെ താഴെയുള്ളതാണ് എന്ത് വരിക? വൈ ആക്സിസിലെ പോയിന്റ് വരിക. അപ്പം എക്സിന്റെ താഴെ 25 ആണെങ്കിൽ അതിനെ 5 സ്ക്വയർ എന്ന് എഴുതണം. താഴെ 16 ആണെങ്കിൽ എന്ത് ചെയ്യണം? 4 സ്ക്വയർ എന്ന് എഴുതണം.
സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഇത് 5ഉം ഇതെന്താണ് 4ഉം ആണ് എലിപ്സിന്റെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു നോക്കൂ. ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിലെ എന്ത് ചെയ്യുന്നു ഏരിയ മാത്രം കാണുന്നു. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ കിട്ടൂലേ? അതാണ് നമ്മുടെ ടെക്നിക്ക് കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ മാത്രം കാണുന്നു, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ടോട്ടൽ ഏരിയ കണ്ടെത്തുന്നു. ഇവിടെ ഒന്നുമില്ല, ഇവിടെ 0 ആണ്. നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ 0 to 5 dx, കാരണം എക്സിലാണ് ഇത് വേരി ചെയ്യുന്നത്, അപ്പം y dx ചെയ്യാം. അല്ലെങ്കിൽ 0 to 4 4 വൈയിലാണ് വേരി ചെയ്യുന്നത്, അപ്പം ഇവിടെ എക്സ് dy. ഈ രണ്ട് രീതിയിലും ചെയ്യാം. നമ്മൾ ഡി എക്സ് ആണ് കൂടുതലും യൂസ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് ഡി എക്സ് യൂസ് ചെയ്താൽ മതി. ഇത് വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ നിന്നും എന്ത് നിർമ്മിച്ചെടുക്കണം? ഏരിയ കണ്ടെത്താൻ y dx ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പം നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ y നിർമ്മിക്കാം നോക്കൂ. y സ്ക്വയർ ബൈ 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 5 സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ y സ്ക്വയർ ബൈ 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു നോക്കൂ, ഇതെന്ത് വരും ക്രോസ് ചെയ്യുമ്പോൾ 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 5 സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഇനി 4 സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോയാൽ y സ്ക്വയർ നമുക്ക് കിട്ടും 4 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 5 സ്ക്വയർ. ക്ലിയർ അല്ലേ? സോ y is equal to what? y is equal to root of 4 square by 5 square into 5 square minus x square. സോ നമുക്ക് ഇവിടെ y അടിപൊളിയായിട്ടൊരു y കിട്ടും. നമുക്ക് 4 സ്ക്വയർ 5 സ്ക്വയർ റൂട്ടിന്റെ വെളിയിൽ വരുമ്പോൾ എന്താ പറയാ? 4 സ്ക്വയർ y സ്ക്വയർ റൂട്ടിന്റെ വെളിയിൽ വരുമ്പം ആരാ പറയാ? എങ്ങനെ എഴുതണം? എങ്ങനെ എഴുതണം? പറ 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 മക്കളെ. യെസ്, എവിടെയാ? ആര് പറയും? ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. y ഈക്വൽ ടു വാട്ട്? പറയടോ, ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യടോ. യെസ് യെസ്. ആരാ? ലൈക്ക. ഹലോ. യെസ് യെസ് യെസ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. യെസ്. പറഞ്ഞോളൂ. y ഈസ് ഈക്വൽ ടു എന്ത് വരും? 4/5. 4 സ്ക്വയർ y സ്ക്വയർ വെളിയിൽ വരുമ്പോൾ 4/5 റൂട്ട് എക്സ് സ്ക്വയർ. സോ ഇത് ഏത് ഫോർമാറ്റിലാണ് ഈ വാല്യൂ കിടക്കുന്നത്? ഇന്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? സാറേ ക്വസ്റ്റ്യൻ ഒന്ന്. യെസ്. എന്താ വരുന്നത്? ഇന്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. മോളെ പറ, എന്താണ് ഇന്റഗ്രൽ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ? പറ. എക്സ് ബൈ 2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 എക്സ് ബൈ എ. അപ്പം ആ ഫോർമാറ്റിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ദ റിക്വയർഡ് ഏരിയ നമുക്ക് എന്ത് ചെയ്യുന്നു? ഏരിയ ഓൺ ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേ? ഏരിയ ഓൺ ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രൽ എക്സ് വേരി ചെയ്യുന്നത് 0 to 5 ആണ്. 0 to 5 ആണ്. അപ്പം ഡി എക്സ് എഴുതി y dx. ദാറ്റ് ഈസ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 to 5. y is 4/5. 4/5 പുറത്ത് വന്നു, അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ പുറത്ത് വന്നു. റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ക്ലിയർ ആണോടാ? ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവരും പറ, ഇസ് ഇറ്റ് ക്ലിയർ? യെസ് യെസ് യെസ്. അപ്പം ശ്രദ്ധിച്ചോളൂ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലിന് സർക്കിളിന്റെ ഏരിയ, എലിപ്സിന്റെ ഏരിയ, ഇന്നലെ നമ്മൾ ചെയ്ത ലൈന് പരാബോള ടൈപ്പ്, ആ ഒരു ടൈപ്പ്. പിന്നെ ഇന്ന് നമ്മൾ ചെയ്തത് കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്തതുപോലെ തരും. കണ്ടാ സിമ്പിൾ എന്ന് തോന്നും, പക്ഷെ അതിൽ അങ്ങനെ ഒരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടാ സിമ്പിൾ ആണെന്ന് തോന്നും, അങ്ങനെ ഒരു പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതിൽ. സോ ഇസ് ഈക്വൽ ടു എന്ത് വരും? 4/5 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുക. എന്ത് വരും? x/2 റൂട്ട് ഓഫ് 5 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ നമുക്ക് 25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് എ സ്ക്വയർ ബൈ 2. എ 4 ആണ്, അപ്പൊ 4 സ്ക്വയർ 16/2
സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. മാറിപ്പോകരുത് കേട്ടോ. എ സ്ക്വയർ 16 ആണ്, എ 4 ആണ്. ക്ലിയർ ആയല്ലോ? ദെൻ അപ്ലൈ ദ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് 0 to 5 ആണ്. സോ നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് വരുന്നത് ഇസ് ഈക്വൽ ടു 4/5 എക്സ് ബൈ 5 എന്താണ് ഇവിടെ? അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിക്കോളൂ. അപ്പർ ലിമിറ്റ് ആണ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ 5/5 റൂട്ട് ഓഫ് എന്താ വരിക? 25 മൈനസ് 5 സ്ക്വയർ എന്ത് തന്നെയാ? 25 തന്നെയാ. ടേം 0 ആയിപ്പോയി. പ്ലസ് 16/2 സൈൻ ഇൻവേഴ്സ് എന്ത് വരും പറ? സൈൻ ഇൻവേഴ്സ് എന്ത് വരും? എക്സ് ബൈ എ. പറയടോ. 16/2 സൈൻ ഇൻവേഴ്സ് 0 to 5 ആണ്. സൈൻ ഇൻവേഴ്സ് 5/4 ആ വരിക അല്ലേ? എങ്ങനെയാ? x/2 കേട്ടോ. ഓക്കെ, x/2 5/2. ഓക്കെ ഓക്കെ അല്ലേ? പെട്ടെന്ന് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് ചെയ്യൂ മക്കളെ. ചെയ്തോ? യെസ്. ഒരാൾ ഡൗട്ട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എങ്ങനെയാ? 4 ഇവിടെയാ? 5 ഏത്? ഇതല്ലേ? എക്സ് ബൈ എ ആണ്. എക്സ് ബൈ എ. ഓക്കെ, എക്സ് ബൈ എ ആണ് കേട്ടോ. സോ എക്സ് ബൈ എ ഇസ് 16 വന്നത് എ സ്ക്വയർ ബൈ 2 എന്നല്ലേ കേട്ടോ? എ എന്ന് പറയുന്നത് ഓക്കെ എ എന്ന് പറയുന്നത് 25 അല്ലേ? ഓക്കെ, സോറി 25. ഓക്കെ അല്ലേ? ഓക്കെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നു കേട്ടോ. അതിൽ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ കയറി പോകുന്നതാ. ഓക്കെ, എയും ബിയും മാറും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? 4/5 x/2 5/2 25 minus x square it is again 0. So 25/2 എന്നാണ് വരുന്നത്, അഥവാ a square by 2 എന്നാണ് വരുന്നത് അല്ലെ? a square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 5 square by 2 എന്ന് വരും. x by a എന്ന് പറയുമ്പം a എന്ന് പറയുന്നത് 5 ആണ്, a4 അല്ല കേട്ടോ. സോ ക്ലിയർ അല്ലേ? 5/2 റൂട്ട് 25 മൈനസ് 25 പ്ലസ് 16/2 അല്ല 25/2 സൈൻ ഇൻവേഴ്സ് 5/5. ഓക്കെ, നെക്സ്റ്റ് ആണ് കേട്ടോ. സോ അപ്പർ ലിമിറ്റ് ആണ് കൊടുത്തത്, ലോവർ ലിമിറ്റിലാണ് അങ്ങനെ വരിക. ലോവർ ലിമിറ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? 0 ആണ്. സോ ഈ ടേം മൊത്തം x/2 0 ആയി പോയി. ഇവിടെ 0 വരുമ്പം മൊത്തം 0 ആയി. ഇവിടെ എന്ത് വരും നോക്കൂ? പ്ലസ് 5 സ്ക്വയർ ബൈ 2 എന്ത് വരും? സൈൻ ഇൻവേഴ്സ് 0 അഗെയിൻ 0. സോ ആ ടേം മൊത്തം 0 ആയിപ്പോയി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ടേം ഇവിടെ ഇനി നോക്കൂ. ഞാന് ഓക്കെ ഇവിടെ എഴുതാലോ? ഇവിടെ എഴുതിയാൽ ക്ലിയർ ആവില്ലേ? ഓക്കെ അല്ലേ? യെസ്. എന്റെ ബാലൻസ് ഇവിടെ എഴുതുന്നു. സോ ഇവിടെ 4/5 ഇൻറ്റു, ശ്രദ്ധിച്ചോളാം മക്കളെ, ഈ ടേം മൊത്തം 0 ആണ്. ബിക്കോസ് 25 മൈനസ് 25 ഈ ടേമും കംപ്ലീറ്റ് 0 ആണ്. ഇവിടെ 0. സോ ഇനിയുള്ളത് 25/2 സൈൻ ഇൻവേഴ്സ് 1 ആണ്. 5/5 1 അല്ലേ? സോ നമുക്ക് കിട്ടുന്നത് എന്താണ്? 25/2 സൈൻ ഇൻവേഴ്സ് 1 മാത്രമേ അവിടെ കാണൂ. എന്താ സൈൻ ഇൻവേഴ്സ് 1? ഇറ്റ് ഈസ് π/2. അപ്പൊ നമുക്ക് എന്ത് വരും? 4/5 ഇറ്റ് ഈസ് π/2 ഇൻറ്റു 25/2 ഇൻറ്റു π/2. സോ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 5 അഥവാ 20π/4 എന്ന ആൻസർ കിട്ടും ഫസ്റ്റ് ക്വാഡ്രന്റിൽ. ഇസ് ഇറ്റ് ക്ലിയർ? ചെയ്തോ? യെസ്. ഓക്കെ, ഗുഡ് 20π/4 എന്ന ആൻസർ വരും ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അപ്പൊ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ടോട്ടൽ ഏരിയ എന്തായിരിക്കും? ഇത്, അതായത് ടോട്ടൽ ഏരിയ 4 ഇൻറ്റു 20π/4 ഇസ് ഈക്വൽ ടു 20π. ഓക്കെ, അപ്പൊ അതും കൂടി എഴുതാട്ടോ ലാസ്റ്റ്. ടോട്ടൽ ഏരിയ
ടോട്ടൽ ഏരിയ 4 into 20 pi by 4 is equal to 20 pi. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? എടാ ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, പെട്ടെന്ന് എഴുതി വെക്കുക കേട്ടോ. എഴുതാത്തവർ പെട്ടെന്ന് എഴുതി വെക്കുക. യെസ്, അടുത്ത ഇൻ്റഗ്രേഷനിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ്റഗ്രേഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചോളാം. യെസ്, പെട്ടെന്ന് ശ്രദ്ധിച്ചോളാം. യെസ്, ഇതാ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ മക്കളെ? നോക്കിയടാ, ഇതാ ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ട്. 3 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഒന്ന് കോട്ടെക്സ് ലോഗ് ഓഫ് സൈൻ എക്സ്, പിന്നെ 1/x² 2x + 2 x e⁻⁹ കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഈ 1 ഒരു പോളിനോമിയൽ അഥവാ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്? 1/a² + x² പഠിച്ചിട്ടുണ്ട്, ഓർ 1/x² + a². അതല്ലെങ്കിൽ 1/a² - x² പഠിച്ചിട്ടുണ്ട്, 1/x² - a² പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ റൂട്ടുള്ള ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് എത്തിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ അതിന്റെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങള്. കോട്ടെക്സ് ഇൻറ്റു കോട്ടെക്സ്, കോട്ട് ഇൻറ്റു അല്ല കേട്ടോ, ഇത് കോട്ടെക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്നാണ്. കോട്ടെക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് ഡി എക്സ്, ലോഗ് ഓഫ് സൈൻ എക്സ് ആണ് കേട്ടോ. ലോഗ് ഇൻറ്റു സൈൻ എക്സ് അല്ല, ലോഗ് ഓഫ് സൈൻ എക്സ് ആണ്. കാരണം ഇവിടെ ഇൻറ്റു അല്ല വരുന്നത്. കാരണം എന്താ? ലോഗിന്റെ കൂടെ എക്സ് ഇല്ല. അതിന് പകരമാണ് എന്ത് വന്നിട്ടുള്ളത്? സൈൻ എക്സ് വന്നിട്ടുള്ളത്. സോ ഇത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? കണ്ട ഉടനെ ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? കോട്ട് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് സൈൻ എക്സ് ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. കാരണം ലോഗിന്റെ കൂടെ എന്തില്ല? ലോഗിന്റെ കൂടെ എക്സ് ഇല്ല. എക്സിന് പകരമാണ് എന്ത് ചെയ്തത്? സൈൻ എക്സ് വന്നത്. ലോഗ് ഓഫ് സൈൻ എക്സ് ആണ്, ലോഗ് ഇൻറ്റു സൈൻ എക്സ് അല്ല. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇതെല്ലാവരും എന്ത് ചെയ്യും? ഈ ഫംഗ്ഷനെ യു, ഈ ഫംഗ്ഷനെ വി, അങ്ങനെയല്ലേ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ആണോ? യെസ് സർ, ക്വസ്റ്റ്യൻ ഒന്ന് റിമൂവ് ചെയ്ത്. യെസ്, അങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്? നോക്കൂ. അല്ല, വേറെന്താ മെത്തേഡ്? ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിയില്ല ആദ്യം എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും പോസിബിൾ ഉണ്ടോ? കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് ഇതിലില്ല, ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവും ഇതിലില്ല, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഇതിലില്ല. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, നോട്ട് കോട്ട്. അപ്പം എങ്ങനെ ചെയ്യാം? ആരാ എനിക്കൊരു ഹിന്റ് തരിക? എങ്ങനെ ചെയ്യാം? ഓക്കെ, സോൾവ് ചെയ്യാൻ അറിയുന്നവർ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. പ്ലീസ് 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 റൈസ് ഹാൻഡ്. സോൾവ് ചെയ്യാൻ അറിയുന്നവർ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യാം. യെസ്, ഗുഡ് 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 ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, മോനെ പറഞ്ഞോളൂ. ആരാണ്? ബിനോയ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കറക്റ്റ് ആൻസർ കിട്ടും അല്ലേ? യെസ്, ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്. അതായത് ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെയുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൂടെയുണ്ട്. നോക്കൂ, പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ അങ്ങനെ പഠിച്ചില്ലല്ലോ, അങ്ങനെ ഒരു ടേം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. പക്ഷെ ശ്രദ്ധിക്കുക, നോക്കൂട്ടോ, ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോട്ടെക്സ്. അപ്പം ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കണം. പുട്ട് ടി ഈസ് ഈക്വൽ ടു ലോഗ് സൈൻ എക്സ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമ്മൾ എന്ത് വരുന്നു? ഡി ടി, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരുന്നു? ലോഗ് സൈൻ എക്സിൻ്റെത് 1/sin x ഇൻറ്റു എന്ത് വരും? cos x. 1/sin x ഇൻറ്റു cos x dx. ദാറ്റ് മീൻസ് ഡി ടി ഈസ് ഈക്വൽ ടു cot x dx എന്ന് വരും. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? എടാ ഒന്ന് കൈവീശിയേ, മനസ്സിലായത് കൈവീശിയേ.
യെസ്. അത് അടിപൊളിയായിട്ട്. എന്താണ് രാവിലെ തന്നെ എങ്ങനെ ഇരിക്കണേ? യെസ്, ക്ലിയർ ആയല്ലോ. യെസ്, അടുത്തൊരു സ്ക്രീൻ എടുത്തേ. ഓക്കെ ഓക്കെ മക്കളെ, ഇവിടെ മനസ്സിലായവര് ഒന്ന് പെട്ടെന്ന് പറ. ഒന്ന് കൈവീശിയേ മനസ്സിലായവര്. ഓക്കെ അല്ലേ? യെസ്, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. നേരിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ യു വിയിലോട്ട് പോവരുത്. നേരിട്ട് എന്ത് ചെയ്യരുത്, യു വിയിലോട്ട് പോവരുത്. കാരണം ഇവിടെ ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോട്ടെക്സ്. ഓക്കെ, ഇനി അത് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻ ഇനിയിപ്പോ സൈനിന് പകരം കോസും ടാനും ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നോക്കൂ, ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കൂ, അപ്പോഴും നമുക്ക് കിട്ടും. ഇവിടെ ഇന്റഗ്രൽ കോട്ടെക്സിനെ കോസെക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാലോ, ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാലോ. ഇപ്പൊ ഓക്കെ ആയല്ലോ. സൈൻ എക്സിന് ടി കൊടുത്തു കഴിഞ്ഞാൽ കോസെക്സ് ഡി എക്സ് ഡി ടി വരില്ലേ? ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഇന്റഗ്രൽ കോസെക്സും ഡി എക്സും ചേർന്ന് ഡി ടി ആയി. സോ ഡി ടി ലാസ്റ്റ് എഴുതാം. ബൈ സൈൻ എക്സ് ടി ആണ്, ലോഗ് ടി ആണോ, ലോഗ് ടി ബൈ ടി എന്ന് വരും. ലോഗ് ടി ബൈ ടി ഡി ടി വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോഗ് ടിക്ക് എന്ത് കൊടുക്കാം? യു കൊടുക്കാം, മറ്റൊരു വേരിയബിൾ കൊടുക്കാം. ലോഗ് ടിക്ക് യു കൊടുക്കാം, ശരിയല്ലേ? ലോഗ് ടിക്ക് യു കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് ആൻസർ വരും നോക്കിക്കോളൂ. ഡി യു എന്ത് വരും? ഡി യു എന്ന് പറഞ്ഞാൽ 1/t ഡി ടി എന്ന് വരും. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്തായി മാറി? ലോഗ് ടി യു ആണ്, യു ഡി ടി എന്നുള്ള രൂപത്തിലായി. ക്ലിയർ ആയോ? പെട്ടെന്ന് ഇത് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഈ പണി പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയോടാ? പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? 2 സ്റ്റെപ്പായിട്ട് നമുക്ക് കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോട്ടെക്സ്. ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോട്ടെക്സിൽ ലോഗ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോട്ടെക്സ്. ബിക്കോസ് ലോഗ് സൈൻ എക്സ് 1/sin x ഇൻറ്റു കോസെക്സ് ആണ്, കോസെക്സ് ബൈ സൈൻ എക്സ് കോട്ടെക്സ് ആണ്. സോ ഈ ഓപ്ഷൻ, ഈ ആൻസർ എന്തായി മാറും? എന്തായിട്ട് മാറും? ടി, ലോഗ് ടി കോട്ടെക്സ് ഡി എക്സിന് ഡി ടി. സോ വി ഗെറ്റ് t²/2 പ്ലസ് സി. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ടിയുടെ ഇന്റഗ്രല്, ടിയുടെ ഇന്റഗ്രല് t²/2. സോ എന്താ വരിക ആൻസർ? t²/2 മീൻസ് ലോഗ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഇസ് ഇറ്റ് ക്ലിയർ? ഒന്ന് കൈവീശിയേ. ക്ലിയർ ആണോടാ? എടാ ഒന്ന് ഉഷാറായി ക്ലിയർ ആണെങ്കിൽ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, ഓക്കെ. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ സർ, സെയിം ക്വസ്റ്റ്യൻ പ്ലീസ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം? യെസ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയ രീതിയിൽ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം? യെസ്, ആര് പറയും സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന രീതി? പറ മക്കളെ, ആരാ പറഞ്ഞു തരിക എനിക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്? ആര് പറയും? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ആര് പറയും? ആരാണ്? ഹായ് സൂരജ്. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, സെക്കൻഡ് മെത്തേഡ് എങ്ങനെ സോൾവ് ചെയ്യും പറ. കംപ്ലീറ്റിംഗ് സ്ക്വയർ വെച്ചിട്ട് താഴെ എന്ത് ചെയ്യാ? എസ് സ്ക്വയർ ഓർ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ്. യെസ്, ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം കംപ്ലീറ്റിംഗ് സ്ക്വയർ എന്താണെന്ന് അറിയാത്തവരെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ, താഴെ അതായത് 1/something നമ്മുടെ കയ്യിൽ നോക്കൂ, നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്ത്? 1/a² x² പ്ലസ് a², 1/x² മൈനസ് a². ഇതിൻ്റെയൊക്കെ ഇന്റഗ്രൽ പഠിച്ചിട്ടുണ്ടല്ലേ? സിമിലർലി അതിന്റെ റൂട്ടിന്റെ ഇന്റഗ്രലും പഠിച്ചിട്ടുണ്ട്. സോ 6 ടൈപ്പ് ഇക്വേഷൻ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് കൊണ്ടെത്തിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ 1/something എന്ന് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കോളൂ കേട്ടോ. 1/x² പ്ലസ് 2x പ്ലസ് 2 ആണ്. സോ കംപ്ലീറ്റിംഗ് സ്ക്വയർ, സൂരജ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അതറിയാത്തവര് ഒന്ന് ശ്രദ്ധിച്ചോളാം. നോക്കിക്കോളൂ, 1/x². എല്ലാവരും ശ്രദ്ധിക്കുക മക്കളെ. x² പ്ലസ് 2x എഴുതി. ഇനി എക്സിന്റെ കോയിഫിഷ്യന്റ് അല്ലേ 2? എക്സിന്റെ കോയിഫിഷ്യന്റ് അല്ലേ 2 അല്ലെ? അപ്പം എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള 2ന്റെ ഹാഫ് എടുക്കുക, പകുതി എടുക്കുക, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. 2ന്റെ ഹാഫ് 1, 1ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക.
ഓക്കെ, ഇവിടെ 4 ആണെങ്കിൽ ഹാഫ് 2, 2ന്റെ സ്ക്വയർ 4. 5 ആണെങ്കിൽ ഹാഫ് 5/2, 5/2 സ്ക്വയർ. സോ എന്താണോ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ളത് അതിന്റെ പകുതി എടുക്കുക, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, അത് തന്നെ മൈനസ് ചെയ്യാം. ഓക്കെ, പിന്നെ +2. സോ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് പുതിയതാ. അപ്പം x² + 2x എന്ന് പറയുമ്പോൾ എക്സിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, പകുതിയുടെ സ്ക്വയർ മൈനസ് ചെയ്യുക, പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, അതേപോലെ തന്നെ ആ സെയിം നമ്പർ മൈനസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 1² - 1² ഇട്ടത്. ബിക്കോസ് 1² 1 തന്നെയാണ്. അതേസമയം 2 ആയിരുന്നെങ്കിൽ 2² അല്ല, 2 ആയിരുന്നെങ്കിൽ √2² എന്ന് വരും, പകുതിയുടെ സ്ക്വയർ ആണ്. സോറി, ഓക്കെ, 2 ആണെങ്കിൽ 2². അഥവാ ഇവിടെ 4 ആണെങ്കിൽ പകുതി എന്ത് വരും? 4 ആണെങ്കിൽ പകുതി 2 വരും, 2² - 2². 6 ആണെങ്കിൽ പകുതി 3 വരും, 3² - 3². സപ്പോസ് 3 ആയിരുന്നെങ്കിലോ ഇവിടെ പകുതി 3/2 എന്നാ വരിക. 3/2² ആഡ് ചെയ്യുക, 3/2² സബ്ട്രാക്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇവിടെ നോക്കൂ, ഇനി നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. 1/ ഇത് a² + 2ab + b² എന്നുള്ള രൂപത്തിലായിരിക്കും. ഓക്കെ, അഥവാ x² + 2x + 1² ഏത് രൂപത്തിലായിരിക്കും? a² + 2ab + b² രൂപത്തിലായിരിക്കും. ദിസ് ഈസ് a + b (² ആയിരിക്കും. ക്ലിയർ ആയോ? a + b (² ആയിരിക്കും. അപ്പൊ അത് നോക്കൂ, നമുക്ക് ഈ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്തത് അതിന് വേണ്ടിയിട്ട് അതിനെ പകുതി എടുത്തത്, ഈ 2ab ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട് പകുതി എടുത്തത്. സോ ഇതെന്തായിരിക്കും? x² + 2x + 1² x + 1 (² എന്ന് എഴുതാം. ഇവിടെ -1 + 2 ആണ്. -1 + 2 ഈസ് +1. ക്ലിയർ ആയോ? ഈസ് ഇറ്റ് ക്ലിയർ മക്കളെ? അടിപൊളിയായി മനസ്സിലായില്ലേ? എന്താ ചെയ്യേണ്ട മനസ്സിലായില്ലേ? യെസ്, ഗുഡ്. അപ്പം നിങ്ങൾ ഇവിടെ ഒന്നും ആലോചിക്കാനില്ല. ഇവിടെ x² x എടുക്കുക, 1² കൂടെയുള്ള ആ വാല്യൂ എടുക്കുക, എന്നിട്ട് (² ഇടുക. നിങ്ങൾക്ക് കണ്ണും പൂട്ടി അങ്ങനെ ചെയ്യാം. അങ്ങനെ വരൂ. അവിടെ ഈ രൂപം ഫോർമാറ്റ് വരാനാണ് നമ്മൾ പകുതിന്റെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ക്ലിയർ ആണോടാ? യെസ്, ഇത് തന്നെയാണ് നിങ്ങൾ എവിടെ ചെയ്യേണ്ടത്? ഇതിനകത്ത് റൂട്ടിനകത്ത് വന്നാലും ചെയ്യേണ്ടത് കേട്ടോ. ഏത് ഫോർമാറ്റ് ആണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഇവിടെ നോക്കൂ, ഈ 1² -1 ആണ്. ഇത് -1² -1 ആണ്. നോക്കൂ, 2 2. സോ 2 - 1, 2 - 1 1 +1 +1 ആണ് 1². സോ ഇതിപ്പോ ഏത് രൂപത്തിലോട്ടാണ് വന്നത്? ഇന്റഗ്രൽ 1/x² + a² എന്നുള്ള രൂപത്തിലാണ്. പക്ഷെ എക്സിന്റെ സ്ഥാനത്ത് ആരാണ്? നമുക്ക് ടി ഒന്നും കൊടുക്കേണ്ട, അല്ലാതെ തന്നെ എഴുതാം. എന്നാലും ഞാനത് വന്ന രീതി കൂടി പറയാണ് കേട്ടോ. സോ ഇവിടെ ശ്രദ്ധിക്കുക, x + 1 ടി എന്ന് കൊടുക്കുക. അപ്പം dt = ഡെറിവേറ്റീവ് ഓഫ് ദിസ് 1 ആണ്, 1 dx. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. 1/t² + 1². ദാറ്റ് ഈസ് x² + a² ആണ്. എന്താണ് x² + a² ഇന്റഗ്രൽ? ആര് പറയും? x² + a² ഇന്റഗ്രൽ ആര് പറയും? സോ ഡയറക്റ്റ് ചെയ്താട്ടോ, ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്താൽ നോ പ്രോബ്ലം. ഞാനതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു തന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, നോക്കിക്കോളൂ, ഇവിടെ x + 1 (² ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ x² ആണ്. അഥവാ ഒരു സിംഗിൾ വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ ഉള്ളത് x + 1 ആണ്. അപ്പൊ അത് കൺവേർട്ട് ചെയ്യും. x + 1 പിടിച്ചിട്ട് t എന്ന് കൊടുത്തു. ക്ലിയർ ആണോ? x + 1 പിടിച്ച് t കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? x + 1 ഡെറിവേറ്റീവ് 1 ആണ്, dx എന്ന് വരും. സോ അപ്പം ഇവിടുത്തെ dx എന്ന് പറയുന്ന സംഭവം നമുക്ക് dt ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. ഇന്റഗ്രൽ t² + 1² എന്നാവും. അഥവാ x² + a² ഫോർമാറ്റിലാണ്. സോ ആര് പറയും ഇതിന്റെ വാല്യൂ? ഇന്റഗ്രൽ 1/x² + a². വേഗം പറ. ഇന്റഗ്രൽ 1/x² + a². വേഗം പറ. എവിടെ ഇന്റഗ്രൽ 1/x² + a²? ആർക്കും അറിയില്ല. ഒന്ന് റൈസാൻ ചെയ്യും മക്കളെ. ഇന്റഗ്രൽ 1/x² + a². വെരി സിമ്പിൾ വൺ. യെസ്, പറഞ്ഞോളൂ. ആദർശ്, ഹലോ മോനെ പറ. യെസ്, ഗുഡ് മോർണിംഗ്. എന്താ ആൻസർ വരിക മോനെ? 1/a tan inverse. 1/a tan inverse
എക്സ് ബൈ എ പ്ലസ് സി. ഇവിടെ നോക്കൂ, എടാ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ ഇത്? ബിക്കോസ് എ ഈക്വൽ ടു 1 ആണ്. അപ്പൊ എന്ത് വരും ആൻസർ? ഇന്റഗ്രൽ 1/x² + 1² എന്താടാ വരിക? 1/1 1. ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേടാ അത്? അല്ലേ? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ 1/t² + 1²? അപ്പൊ തിരിച്ചതിന്റെ ഇന്റഗ്രൽ എന്തായിട്ട് മാറും? ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ഹിയർ ഇറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി. അപ്പൊ ടി നമ്മൾ മാറ്റുന്നു, ടാൻ ഇൻവേഴ്സ് x + 1 + c. ക്ലിയർ ആയോ? ഈ ടൈപ്പ് സോൾവ് ചെയ്യേണ്ടത് ക്ലിയർ ആയോടാ? ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഒന്ന് കൈവീശിയെ, അടിപൊളിയായിട്ട് കൈവീശിയെ. യെസ്, ഓക്കെടാ മക്കളെ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ടൈപ്പ് ഏത് വന്നാലും ഇങ്ങനെയാട്ടോ ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞു, ഇതാ ഈ ഫോർമാറ്റിലൂടെ വരാം, ഈ ഫോർമാറ്റ് വരാം. ഓക്കെ, ഏത് ഫോർമാറ്റ് വന്നു കഴിഞ്ഞാലും ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അതിനെ, നമുക്ക് തന്നിരിക്കുന്നത് പോളിനോമിയൽ ആയിരിക്കും, അതിനെ ഈ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നു. ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. ഓക്കെ, കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് അറിയാത്തവര് ശ്രദ്ധിക്കുക. x² കഴിഞ്ഞ് 2x കാണും. എക്സിന്റെ കോയിഫിഷ്യന്റ് പകുതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, പകുതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. കേട്ടോ? ഓക്കേടാ? ക്ലിയർ അല്ലേ? യെസ്, ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ മക്കളെ, പോകാം, മുന്നോട്ട് പോവാം. യെസ്, ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി. ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, തേർഡ് വൺ എന്താണ്? യെസ്, ഇത് യു വി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. എല്ലാവരും ഒന്ന് ചെയ്തേ, യു വി മെത്തേഡ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെയ്തേ. എല്ലാ മക്കളും ഒന്ന് യു വി മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തേ. യെസ്, മ്യൂട്ട്. യെസ് മക്കളെ, യു വി മെത്തേഡ് ആണ്. ഇന്റഗ്രൽ എക്സ് e⁻9x dx. ഇന്റഗ്രൽ എക്സ് e⁻9x dx എന്താണത് നോക്കുക. ഇത് ഓൾജിബ്രായിക് ആണ്, ഇത് ഓൾജിബ്രായിക് ആണ്. ട്രിഗണോമെട്രി ഇന്നലെ പറഞ്ഞു, ഐ ലേറ്റ്, ഇന്റഗ്രേഷനിൽ ലേറ്റ് ആവാം. ഓക്കെ, എ ഓൾജിബ്രായിക്, ദെൻ ട്രിഗണോമെട്രി അല്ല, എക്സ്പോണൻഷ്യൽ ആണ്. ഇത് e⁻ അല്ലേ? സോ എ കഴിഞ്ഞ് ഈ, ഇത് കറക്റ്റ് ആണ്, ഫിറ്റിംഗ് കറക്റ്റ് ആണ്. സോ നമ്മൾ ഇനി ചെയ്താൽ മതി. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഫിഷ് ഐ ഡി ഫിഷ്, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ ഒന്നുമില്ലടാ, എക്സ് e⁻9x ഇന്റഗ്രൽ എന്താടാ? e⁻9x പറ, e⁻9x, e⁻x ഇന്റഗ്രൽ എന്താ? e⁻x തന്നെ. e⁻9x ഇന്റഗ്രൽ എന്താ? e⁻9x പോരാ, ഡെറിവേറ്റീവ് ഡിവൈഡ് ചെയ്യണം ബൈ 9. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ 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 ഓക്കെ. മൈനസ് ഇന്റഗ്രൽ ഇത് എത്രയാ? 1 അല്ലേ വരിക? 1 ഇന്റഗ്രൽ e⁻9x എന്താ വരിക? e⁻9x ബൈ 9 തന്നെ. സോ ഇതിന്റെ വാല്യൂ 1 ആട്ടോ. അത് വേണമെങ്കിൽ 1 ഇൻറ്റു എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 ഇൻറ്റു ആയതുകൊണ്ട് അത് എഴുതണമെന്നില്ല. സോ ഇവിടെ നമുക്ക് എക്സ് e⁻9x ബൈ 9 വരും, മൈനസ് എന്ത് വരും? ഇവിടെ 1/9 ഉണ്ട്. വീണ്ടും നമുക്ക് 1/9 എടുത്താലും ഇന്റഗ്രൽ e⁻9x ആ. അഗൈൻ e⁻9x ബൈ 9. സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ത് വരും? എക്സ് e⁻9x ബൈ 9 മൈനസ് e⁻9x ബൈ 81. ഓക്കെ, 9 into 9 81. ക്ലിയർ ആണോ? ജസ്റ്റ് അപ്ലൈ ദ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഓർ യു വി മെത്തേഡ്. ഓക്കെ, അപ്പൊ മക്കളെ ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. ഒരു ഷോർട്ട് ബ്രേക്ക്, 5 minutes ഓൺലി. ഓക്കെ, 5 minutes ഓൺലി. ഓക്കെ, ഓക്കെ, വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. വെൽക്കം ബാക്ക്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ മക്കളെ, എല്ലാവരും വാ.
വീഡിയോ ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്യും. ഇനി ഉണ്ടല്ലോ ഒരുപാട് പേര് വീഡിയോ ഓൺ ചെയ്യാന്. പെട്ടെന്ന് വരൂ. യെസ്, ഇനി അടുത്തൊരു സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് നേരത്തെ നമ്മൾ അതിന്റെ വേറൊരു പതിപ്പ് ഇന്റഗ്രൽ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രലിൽ ചെയ്തു. ഇനി നോക്കൂട്ടോ, ഇതുപോലെ നമുക്ക് ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് മോഡ് എക്സിന്റെ ഇന്റഗ്രൽ ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, ഇന്റഗ്രൽ ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. യെസ്, ഓക്കെ, നോക്കിക്കോളൂ. ഇന്റഗ്രൽ 1 to 4 മോഡ് എക്സ് മൈനസ് 2 ഡി എക്സ്. അപ്പൊ നോക്കൂ, ഈ മോഡുലസ് എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിനെ ആയിരിക്കും. അതായത് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇന്റഗ്രൽ കണ്ടെത്താം. പക്ഷെ മോഡുലസ് എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷെ ഇന്റഗ്രബിൾ ആണ്. അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. സോ നോക്കട്ടോ, അപ്പൊ എങ്ങനെയാണ് ഈ മോഡുലസ് ഫംഗ്ഷനുകളെ ഇന്റഗ്രൽ കണ്ടെത്തുക? ഡയറക്റ്റ് മോഡ് എക്സിന്റെ ഇന്റഗ്രൽ മോഡ് എക്സ് എന്ന് പറഞ്ഞ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് അതിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ കണ്ടെത്താം. ഓക്കെ, അതിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. സോ ഡെഫിനിറ്റ് ഇന്റഗ്രൽ 1 to 4 മോഡ് എക്സ് മൈനസ് 2 ഡി എക്സ് അഥവാ 1 to 4 മോഡ് എക്സ് മൈനസ് 2 ഡി എക്സ്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ മോഡുലസ് ഫംഗ്ഷന് ഒരു പ്രത്യേകത ഉണ്ട്. അത് കുറച്ച് പോയിന്റുകൾ നെഗറ്റീവ് വാല്യൂവും കുറച്ച് പോയിന്റിൽ എന്തായിരിക്കും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും സ്വീകരിക്കുക. മോഡ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 പ്ലസ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെയല്ലേ? അറിയാലോ അല്ലേ? എല്ലാവർക്കും അറിയാലോ? ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ ഈ സ്പ്ലിറ്റ് എങ്ങനെ കണ്ടെത്തും? ഇന്റഗ്രൽ ഇവിടെ ഈ സ്പ്ലിറ്റ് എങ്ങനെ നമ്മൾ കണ്ടെത്തും? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ ഇത് കണ്ടെത്താൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടെത്താൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ നോക്കിക്കോളൂ കേട്ടോ. 1 to 4 അല്ലേ നമ്മുടെ? ഓക്കെ, 1 to 4 ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് മോഡ് എക്സ് മൈനസ് 2 ആണ്. ഓക്കെ, മോഡ് എക്സ് മൈനസ് 2 രണ്ട് പാർട്ടായിരിക്കും എപ്പോൾ. അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. എക്സ് മൈനസ് 2 0, സോ എക്സ് ഇസ് ഈക്വൽ ടു 2. ക്ലിയർ ആയോ? മോഡുലസിനകത്തുള്ള ഈ വാല്യൂ 0യിലേക്ക് അയക്കുക. സോ എക്സ് ഈക്വൽ ടു 2. നേരത്തെ നമ്മൾ കോസ് 2x ചെയ്തില്ലേ? കോസ് 2x ഈക്വൽ ടു 0 ചെയ്തില്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ്. കാരണം കോസ് 2xും ഈ മോഡുലസ് പോലെ നമ്മുടെ ഇന്റർവെല്ലിൽ പോസിറ്റീവും നെഗറ്റീവും സ്വീകരിക്കുന്നുണ്ട്. സോ വി ഗെറ്റ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 2. സോ നമുക്ക് എക്സ് ലെസ് ദാൻ 2, എക്സ് ഗ്രേറ്റർ ദാൻ 2, എക്സ് ലെസ് ദാൻ 2, എക്സ് ഗ്രേറ്റർ ദാൻ 2 രണ്ട് വാല്യൂസ് ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. നോക്കിക്കോളൂ കേട്ടോ. അഥവാ എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എക്സ് മൈനസ് 2 ആയിരിക്കും. ഓക്കെ ആണോ? ഇപ്പൊ എക്സ് 0 എന്ന സമയത്ത് ലെസ് ദാൻ 0 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 പ്ലസ് എക്സ്. അതുപോലെ ഇവിടെ 0ക്ക് പകരം എക്സിന്റെ വാല്യൂ 2 ആവുമ്പോഴാണ് മോഡുലസിനകത്ത് 0 വരുന്നത്. സോ വെൻ എക്സ് ലെസ് ദാൻ 2 മൈനസ് ഓഫ് എക്സ് മൈനസ് 2 ആൻഡ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 വി ഹാവ് പോസിറ്റീവ് എക്സ് മൈനസ് 2. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? എങ്ങനെ മനസ്സിലാക്കണമെന്ന് ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഒന്ന് പറഞ്ഞേ. ഇനി പറയണോ? once again. ഓക്കെ, സോ ഇവിടെ രണ്ടായിട്ട് മാറി. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 1 to 4 ആണ്. അപ്പൊ അതിനിടയിൽ 2 വെച്ചിട്ടാണ് ഈ സ്പ്ലിറ്റ് സംഭവിക്കുന്നത്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 1 to 4 ആണ്. അതിനിടയിലുള്ള 2 വെച്ചിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് സംഭവിക്കുന്നത്. സോ അവർ ഇന്റഗ്രൽ ബിക്കാം എന്ത് സംഭവിക്കും? 1 to 2 മൈനസ് ഓഫ് എക്സ് മൈനസ് 2. കാരണം ഇവിടെ നെഗറ്റീവ് ആണ്. മൈനസ് എക്സ് മൈനസ് 2 ആണ് ഈ റീജിയനിൽ അപ്ലൈ ചെയ്യുന്നത്. സോ പ്ലസ് ഇന്റഗ്രൽ 2 to 4 എക്സ് മൈനസ് 2 രണ്ടും ഡി എക്സ്. ഓക്കെ, ഇനി പെട്ടെന്നൊന്ന് ചെയ്തേ മക്കളെ, പെട്ടെന്ന്. സിമ്പിൾ ആണ്. വെരി സിമ്പിൾ വൺ. നോക്കിക്കോളൂ മക്കളെ, എന്ത് വരും ആൻസർ? ഇവിടെ ഈ നെഗറ്റീവ് ഞാൻ പുറത്തെടുത്തു, കോമൺ ആയി വെച്ചു. ബാക്കിയുള്ള എന്ത് വരും? ഇവിടെ എന്ത് വരുന്നു? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇന്റഗ്രൽ 2 2x ഇന്റഗ്രൽ x x സ്ക്വയർ ബൈ 2 ഇന്റഗ്രൽ 2 2x. സോ ഓൺ ടു 2 പ്ലസ് ഇവിടെ എന്ത് വരുന്നു?
അഗെയിൻ 2 to 4 എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2x. കാരണം എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2x. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? സോ ഇവിടെ നെഗറ്റീവ് ഇരിക്കട്ടെ, നെഗറ്റീവ് ആയിട്ട് ഇരിക്കട്ടെ. സോ 2 സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇൻറ്റു 2. സോ ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ലോവർ ലിമിറ്റ് 1 സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇൻറ്റു 1. സോ ഈ ബ്രാക്കറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ഈ ബ്രാക്കറ്റ് ആണ്, നോക്കിക്കോളൂ. 4 കൊടുക്കുന്നു, 4 സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇൻറ്റു 4 മൈനസ് അടുത്ത് എന്ത് വരും? യെസ്, അടുത്ത് എന്ത് വരും? പറ മക്കളെ, എല്ലാവരും പറ. 2 സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇൻറ്റു 2. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അത്രേ ഉള്ളൂ. സോ ആൻസറിലോട്ട് പോയി നോക്കൂ. ഇവിടെ മൈനസ് എടുക്കുന്നു. 2 സ്ക്വയർ ബൈ 2 ഈസ് 2 അല്ലെ? 4 ബൈ 2 2 ആണ്. 2 മൈനസ് 4 മൈനസ് എന്താ വരിക ആൻസർ? പറ. 1 സ്ക്വയർ ബൈ 2, 1 ബൈ 2 ആണ്. 1 ബൈ 2 മൈനസ് 2, 1 ബൈ 2 മൈനസ് 2. വേഗം ചെയ്ത് നോക്കിയേ. പ്ലസ് ഇവിടെ എന്ത് വരും? 8 മൈനസ് 8, അത് 0 ആയിപ്പോയി. മൈനസ് എന്ത് വരും ആൻസർ? 4 2 2 മൈനസ് 4. ഓക്കെ, സോ പെട്ടെന്ന് ആൻസർ ചെയ്ത് ഫൈനൽ റിസൾട്ട് പറഞ്ഞേ. യെസ്, പെട്ടെന്ന് സോൾവ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് പറഞ്ഞേ. യെസ്, 2 മൈനസ് 4 എന്താ വരിക? 2 മൈനസ് 4 നെഗറ്റീവ് ഓഫ് 2 മൈനസ് 4 മൈനസ് 2 മൈനസ് എത്ര വരും ഇവിടെ? മൈനസ് 2 മൈനസ് 3 ബൈ 2 അല്ലേ? മൈനസ് 2 മൈനസ് 3 ബൈ 2 അല്ലേ വരിക? മൈനസ് 2 മൈനസ് 3 ബൈ 2, മൈനസ് 2 മൈനസ് 3 ബൈ 2 പ്ലസ് 0 ഇൻ മൈനസ് 2 ഇങ്ങനെ വരും. സോ ഫൈനൽ റിസൾട്ട് വരട്ടെ. ഫൈനൽ റിസൾട്ട് വരട്ടെ. എന്ത് വരും ഫൈനൽ റിസൾട്ട്? മൈനസ് 2 പ്ലസ് 3 ബൈ 2 പ്ലസ് 2 എന്ന് വരും. സോ മൈനസ് 2 മൈനസ് 3 ബൈ 2, ഇവിടെ മൈനസ് 2 അല്ലേ? മൈനസ് 2 0 മൈനസ്. ഓക്കെ, ഫൈനൽ റിസൾട്ട് വരട്ടെ. എത്ര കിട്ടിയ ആൻസർ? പറ മക്കളെ. യെസ്, 2.5 എന്ന് വരും. 2.5 കറക്റ്റ് ആണോ നോക്കട്ടോ. 1 by 2 minus 2 into 1 2. So it is minus 3 by 2. So minus plus ആണ് അല്ലേ? ഓക്കെ, യെസ് കറക്റ്റ്. നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ മൈനസ് 2. ഓക്കെ, കറക്റ്റ് ആണ്. നോക്കിക്കോളൂ, ഇവിടെ പ്ലസ് 2 ആണ്. അപ്പോൾ എത്ര ആൻസർ വരും? ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 5 by 2 വരും. ഇറ്റ് ഈസ് 2.5. കിട്ടിയിട്ടുണ്ടോ? Is it clear? Yes, okay. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. ബാക്കി സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് വിട്ടു. സംഗതി ക്ലിയർ ആയില്ലേ? എങ്ങനെ ചെയ്യണമെന്ന് ഇതുവരെയുള്ളത്? ഓക്കെ, യെസ്, ഓക്കെ. ക്ലിയർ അല്ലേടാ? ഓക്കെ, യെസ്. ഡൗട്ട് ചോദിച്ചോളൂ. പറയൂ. ഏത്? ഇവിടെ മുതലോ? ഒന്നുമില്ല. നോക്കൂ, ഫസ്റ്റ് 1 to 2 നോക്കിക്കോളൂ കേട്ടോ. 1 to 2 നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് മൈനസ് 2 dx ആണ്. അപ്പോൾ ആ നെഗറ്റീവ് ഞാൻ പുറത്ത് വെച്ചു. എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ അല്ലേ? 2ന്റെ ഇന്റഗ്രൽ 2x. ഇന്റഗ്രൽ ഡിഫറൻഷ്യൽ അല്ല. ഇത് 0 എടുക്കരുത് അല്ലേ? ഇവിടെ 0 എടുത്തൂല്ലേ? ഓക്കെ, അത് ഉറപ്പാ, എനിക്ക് ഉറപ്പാ. കാരണം ഇന്റഗ്രേഷനിൽ അധികം നിങ്ങൾ പോയിട്ട് പിന്നെ ഡെറിവേറ്റീവ് എടുക്കും. അതുപോലെ സംഭവിക്കുന്ന സംഭവമാണ്. സൈനിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് ആണ്. കോസിന്റെ ഇന്റഗ്രൽ മൈനസ് സൈൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? ഷഫിൾ ചെയ്യരുത്. ഇപ്പൊ ക്ലിയർ ആയോ കോൺസെപ്റ്റ്? ഓക്കെ, യെസ്, ഓക്കെ. അടുത്തത് പറയൂ. നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് നല്ല അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബാക്കി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക കേട്ടോ. സോ നമ്മൾ അതുപോലെ തന്നെ കുറച്ചൊരു ഡിഫിക്കൽട്ട് എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്ക് വരാവുന്ന രീതിയിലുള്ള
ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ, ഇപ്പൊ നമ്മൾ ചെയ്തത് കേട്ടോ. ഈസി എക്സാമുകൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് അവർക്ക് ഒരു ഇന്റഗ്രേഷൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ഇത്തരം ക്വസ്റ്റ്യൻസ് കൊടുക്കാറുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മൾ ഈ മോഡുലസിന്റെ ഇന്റഗ്രേഷൻ കേട്ടോ. മോഡുലസ് ഇന്റഗ്രേഷൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ ഓക്കെ ചെയ്തോളൂ വേഗം. അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത് നമ്മൾ ഇതാ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാവരും ചെയ്യുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇഫ് cos x dy by dx plus y sin x, cos x dy by dx plus y sin x equal to tan square x. cos x dy by dx plus y sin x equal to tan square x. പെട്ടെന്ന് ചെയ്തോളൂ മക്കളെ. cos x dy by dx plus y sin x equal to tan square x is a differential equation. First, find its order and degree, find its general solution. Find its order and degree, find its general solution. Find its order and degree and find its general solution. Okay അല്ലേ? Question okay അല്ലേ? Okay അല്ലേടാ? Yes. Okay. ശ്രദ്ധിച്ചോളൂ മക്കളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ചെയ്യണം നോക്കൂ. dy ബൈ ഡി എക്സ് എന്നുള്ള രൂപത്തിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ലീനിയാരിറ്റിയാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൈ കിട്ടിയാൽ ആദ്യം ലീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ദെൻ വേരിയബിൾ സെപ്പറബിൾ ചെക്ക് ചെയ്യണം. അത് രണ്ടും അല്ലെങ്കിൽ ഹോമോജിനിറ്റി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. സോ ഇവിടെ നോക്കൂ, നമ്മുടെ കയ്യിൽ cos x dy ബൈ ഡി എക്സ്, cos x dy ബൈ ഡി എക്സ് പ്ലസ് y sin x ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ് ആണ്. cos x dy ബൈ ഡി എക്സ് പ്ലസ് y sin x ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ് ആണ്. നോക്കടാ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം എന്താണ് ലീനിയാരിറ്റിന്റെ കണ്ടീഷൻ. dy ബൈ ഡി എക്സ് ഉണ്ടാകും, പിന്നെ എക്സ് എലോൺ ഫംഗ്ഷൻ, എക്സിന്റെ ഫംഗ്ഷൻ ഉണ്ടാകും, അതിനെ ഞാൻ പി എന്ന് പേര് വിളിച്ചു. അതിന്റെ കൂടെ ഇൻറ്റു ഐ ഉണ്ടാകും, ഈക്വൽ ടുന്റെ അപ്പുറത്ത് എക്സിന്റെ എലോൺ ഫംഗ്ഷൻ ക്യൂ ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇവിടെ ആ രീതിയിലോട്ട് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പറഞ്ഞു തന്നതാണ്. dy ബൈ ഡി എക്സിനെ തനിയെ നിർത്തുക. അപ്പം എല്ലാ ഭാഗത്തും എന്ത് ചെയ്താൽ മതി? ഒരു cos x കൊണ്ട് എല്ലാവരെയും ഡിവൈഡ് ചെയ്താൽ മതി. സോ അങ്ങനെ വരുമ്പോൾ എന്ത് വരും ആൻസർ? ഇവിടെ dy ബൈ ഡി എക്സ് പ്ലസ് y sin x, y sin ബൈ കോസ് y tan x ഈക്വൽ ടു 1 ബൈ കോസിനെ നമുക്ക് sec x എന്ന് എഴുതാം, tan സ്ക്വയർ എക്സ്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇവിടെ ക്ലിയർ ആണോടാ? ഹലോ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് കൈവീശിയ ക്ലിയർ ആയവര്? ഓക്കെ 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 യെസ്. സോ dy ബൈ ഡി എക്സ് പ്ലസ് നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എന്ത് വന്നു? ഓക്കെ, ഇനി നമുക്ക് ആവശ്യമില്ല, അത് ലീനിയർ ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താ? ലീനിയർ ആണ്. dy ബൈ ഡി എക്സ് ഉണ്ട്, വൈന്റെ കൂടെ എക്സ് എലോൺ ഫംഗ്ഷൻ ഉണ്ട്, അപ്പുറത്തും എക്സ് എലോൺ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഹിയർ വി ഗെറ്റ് പി ഈക്വൽ ടു ടാൻ എക്സ് അല്ലെ? ഈ വൈന്റെ കൂടെയുള്ള ഈ ഫംഗ്ഷനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. ക്യൂ ആയിട്ട് ഈക്വൽ ടുന്റെ അപ്പുറത്തുള്ള ഫംഗ്ഷൻ ആണ് ക്യൂ എന്ന് പറയുന്നത്. ക്യൂ ഈക്വൽ ടു sec x tan സ്ക്വയർ എക്സ്. സോ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ്? എന്താണ് അടുത്ത സ്റ്റെപ്പ്? പറ, അടുത്ത സ്റ്റെപ്പ് എന്താ? യെസ് പറയടോ. ഐ എഫ് യെസ്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to e raised to integral p dx, e raised to integral p dx, that is equal to e raised to integral p എന്ന് പറയുന്നത് tan x ആണ്, tan x dx അല്ലേടാ മക്കളെ? സോ ഇവിടെ ശ്രദ്ധിക്കൂ, e raised to integral tan x. എന്താണ് ഇന്റഗ്രൽ tan x? ലോഗ് മോഡ് sec x അല്ലേ? സോ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ മോഡുലസിന്റെ ആവശ്യമില്ല, നമുക്ക് ലോഗ് sec x പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, പ്ലസ് സി ഒന്നും വേണ്ട കേട്ടോ. ഇ റേസ് ടു ലോഗ് sec x. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ പ്ലസ് സിയോ മോഡുലസോ ഉപയോഗിക്കേണ്ടതില്ല. ഓക്കെ, സോ ഇ റേസ് ടു ലോഗ് sec x, ഇ റേസ് ടു ലോഗ് sec x. അപ്പം ഇയും ലോഗും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ആകും, വിച്ച് ഈസ് sec x. ക്ലിയർ ആയല്ലോ? സോ അവർ സൊല്യൂഷൻ എങ്ങനെ കാണും?
solution y into integrating factor. Y into integrating factor is equal to integral of q into integrating factor dx. Y integrating factor equal to integral of q integrating factor dx. Okay അല്ലേടാ മക്കളെ? okay അല്ലേ? yes okay ടാ. Y integrating factor, that is y into sec x is equal to integral of what is q here? What is q here? Sec x tan square x. Sec x tan square x into integrating factor ആരാണ്? sec x. Clear അല്ലേ? So we get y sec x equal to എന്ത് വരും? ഇന്റഗ്രൽ sec square x tan square x. എങ്ങനെ സോൾവ് ചെയ്യും? sec square x tan square x നെ എങ്ങനെ സോൾവ് ചെയ്യും? ഓക്കെ സർ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കൂ. sec square x tan square x നെ എങ്ങനെ സോൾവ് ചെയ്യും? പറയടോ. റിമൂവ്. sec square x tan square x നെ എങ്ങനെ സോൾവ് ചെയ്യും? ആര് പറയും? ഹൗ ടു സോൾവ് sec square x tan square x? പറയടോ. യെസ്, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. sec square x tan square x എന്തെങ്കിലും ഒരു ബുദ്ധി തോന്നുന്നുണ്ടോ? എടാ sec സ്ക്വയറും ടാനും തമ്മിലുള്ള ബന്ധം എന്താ? യെസ്, വരട്ടെ. യെസ്, ഗുഡ്. അഞ്ജന ഹലോ പറ മോളെ. സബ്സ്റ്റിറ്റ്യൂഷൻ. ആർക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? യെസ്, ഗുഡ്. ഇന്റഗ്രൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. വെരി ഗുഡ് അഞ്ജന. sec square x tan square x ആണ്. പുട്ട് t ഈക്വൽ ടു tan x ആണ്. അപ്പം dt എന്ത് വരും? sec square x dx വരും. സോ sec square x ഉം dx ഉം ചേർന്നിട്ട് dt ആയി മാറി. സോ ടാനിന് t കൊടുക്കുമ്പം t സ്ക്വയർ dt which is equal to t cube by 3 അല്ലേ? t cube by 3 plus c, that is tan x whole cube by 3 plus c. സോ ആൻസർ നമുക്ക് കിട്ടി y sec x equal to tan x whole cube അല്ലെങ്കിൽ tan cube x by 3 plus c. ക്ലിയർ ആയോ? Is it clear? ഓക്കെ, ഇതിലെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടായിരുന്നല്ലോ. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താ? ഓർഡർ യെസ്, ആകെ ഒരു dy by dx മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ഓർഡർ ഈസ് ഈക്വൽ ടു 1. ഡിഗ്രി അഗൈൻ 1. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് അല്ല കേട്ടോ, കാരണം കോസ് എക്സ് വേറെയാണ്. കോസ് ഓഫ് dy by dx, സൈൻ ഓഫ് dy by dx ഒക്കെ വന്നു കഴിഞ്ഞാലാണ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെക്റ്റർ എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വെക്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും വരുന്ന ഏരിയ എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റാ. ക്രോസ് പ്രൊഡക്റ്റ് എന്നൊരു ക്വസ്റ്റ്യന് ഷുവർ ആയിട്ടുണ്ടാകും. ഓക്കെ, വെക്റ്റർ എന്നുള്ള ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. സോ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക, വെക്റ്റർ എന്നുള്ള ചാപ്റ്ററിലോട്ട് പോവാം. യെസ്, വെക്റ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഏരിയ ക്രോസ് പ്രൊഡക്റ്റാ. ക്രോസ് പ്രൊഡക്റ്റ് എ ക്രോസ് ബി കിട്ടിക്കഴിഞ്ഞാൽ ആ എ ക്രോസ് ബി കാണുക എന്നുള്ളത് 4 വ്യത്യസ്ത രീതിയിൽ ചോദിക്കും. എങ്ങനെയൊക്കെ ചോദിക്കും? എങ്ങനെയൊക്കെ ചോദിക്കും? 4 വ്യത്യസ്ത രീതിയിൽ ചോദിക്കും. എ ക്രോസ് ബിക്ക് 4 ടൈപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന്, വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഓർക്കുന്നുണ്ടോ? എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഓർക്കുന്നുണ്ടോ? എ ക്രോസ് ബിയെ ഓർക്കുന്നുണ്ടോ? എ ക്രോസ് ബി ഓർക്കുന്നുണ്ടോ? എന്താ എ ക്രോസ് ബി? പറ. എ ക്രോസ് ബി കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് 4 കാര്യങ്ങളാണ്. ഒന്ന്, വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഇതാണ് ഒരു കാര്യം, വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. മറ്റൊന്ന്, നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മോഡുലസ് എ ക്രോസ് ബി എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഏരിയ ഓഫ് പാരലലോഗ്രാം. ആയിരിക്കും. ക്ലിയർ ആയോ? ഏരിയ ഓഫ് പാരലലോഗ്രാം ആയിരിക്കും. ഇതേ എ ക്രോസ് ബി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഓഫ് മോഡ് എ ക്രോസ് ബി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഒന്നുകിൽ എ ക്രോസ് ബി ഡയറക്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി.
ഫൈൻഡ് എ വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അതല്ലെങ്കിൽ ഏരിയ ഓഫ് പാരലോഗ്രാം അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, എ ക്രോസ് ബിയിൽ നിന്ന് ഈ ഒരു ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവറാ. അതുപോലെ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ഡയറക്ഷൻ ഓഫ് എ. എ എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടെത്താൻ എ ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡ് എ. എ ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡ് എ. അറിയാലോ, ഓർക്കുന്നുണ്ടോടാ? എ ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡ് എ. ക്ലിയർ ആണോ? ഒരു വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള മാർഗം എ ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ബൈ മോഡ് എ. പിന്നെ മറ്റൊന്ന് ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ്. എടാ, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ചെയ്യാൻ അറിയില്ലേ? അതിനി പറയണോ? എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും ഇനി ചെയ്ത് പഠിപ്പിക്കണോ? ഹലോ വേണ്ടല്ലോ. എ ക്രോസ് ബി എ ഡോട്ട് ബി ഒക്കെ അറിയാലോ. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി എങ്ങനെയാണ്? ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി ഈസ് എന്ത് വരും? കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി. അറിയാലോ, അവിടെയാണ് ഡോട്ടിന്റെ ആവശ്യം വരുന്നത്. അതുപോലെ മറ്റൊരു മേഖലയാണ്, നോക്കിക്കോളൂ കേട്ടോ, പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ. നോക്കിക്കോളൂ കേട്ടോ, പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ ബി. Projection of a vector A on B. Projection of a vector A on B. എങ്ങനെ വരും? Projection of a vector A on B എങ്ങനെ വരും? Projection of a vector A on B എങ്ങനെ വരും? പറയടോ, ആരാ പറയാ? Projection of a vector A on B. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. Projection of a vector A on B. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തേ. യെസ്, അതുല്യ. ഹലോ, പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ എ ഓൺ ബി. പറ മോളെ. എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് ബി വെക്ടർ. ഓക്കെ, എ ഡോട്ട് ബി ബൈ മോഡ് ബി. ഓക്കെ, വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. അപ്പൊ ഇതില് ഷുവർ ആയിട്ടും ഈ ഒരു പോർഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നോട്ട് ദി പോയിന്റ്. എ ക്രോസ് ബിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഷുവർ ആയിട്ടും. ഓക്കെ, പിന്നെ ഈ 3 സെക്ഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ 3 ഏതെങ്കിലും ഒന്ന് ഷുവർ ആയിട്ടും എന്താണ്? എ ക്രോസ് ബി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെടാ, നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം മക്കളെ. ക്വസ്റ്റ്യനിലോട്ട് എല്ലാവരും എഴുതി വെച്ചല്ലോ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യന്റെ ആവശ്യമായ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പറയാം കേട്ടോ. യെസ് മക്കളെ, ഇതാ വന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, റൈറ്റ് ദ വെക്ടർ ഫ്രം ദ പോയിന്റ് 1 3 5 to 4 3 2. ഇതൊരു ക്വസ്റ്റ്യൻ വരുന്ന രീതി തന്നെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക്, മൂന്നാമത്തെ ക്വസ്റ്റ്യന് 2 മാർക്ക്, നാലാമത്തെ ക്വസ്റ്റ്യന് 1 മാർക്ക്. സോ ടോട്ടൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 4 സെക്ഷൻ ആയിട്ടാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. വേഗം എഴുതിക്കോളൂ. യെസ്, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദ വെക്ടർ ഫ്രം എ പോയിന്റ് 1 3 5 to 4 3 2. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം നോക്കൂ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പിന്നെ ഇത് തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യനിലാണ് എയും ബിയും ഉള്ളത്. ഓക്കെ. യെസ്, അപ്പൊ നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം നോക്കിക്കോളൂ കേട്ടോ. എങ്ങനെയാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം? യെസ്, എ ടു ബി വെക്ടർ ആണ് കാണേണ്ടത്. സോ നമ്മൾ ഫ്രം എ ടു ബി ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ബി മൈനസ് എ ചെയ്യണം. എങ്ങനെ ബി മൈനസ് എ ചെയ്യും? പറ, എങ്ങനെ ബി മൈനസ് എ ചെയ്യും? അതായത് നോക്കൂ, എക്സ് കോർഡിനേറ്റ് ബി 4 - 1. ഓക്കെ, ഇത് എ മൈനസ് ബി ചെയ്താൽ കറക്റ്റ് റോങ് ആട്ടോ. ഫ്രം എ ടു ബി മീൻസ് ബി മൈനസ് എ. ഫ്രം എ ടു ബി മീൻസ് ബി മൈനസ് എ.
So 4 minus 1, then 3 minus 3, then 2 minus 5 ആണ്, 5 minus 2 അല്ല. Okay, so we get 3 0 minus 3. So നമുക്ക് എന്ത് എഴുതാം? 3i plus 0j ഞാൻ എഴുതുന്നില്ല, മൈനസ് 3k. Is it clear? Is it clear? Sometimes ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? Find a unit vector. Sometimes ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? Find a unit vector in direction of this vector എന്ന് ചോദിക്കും. Find a unit vector in direction of AB. ഈ വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? A to B, വെക്ടർ AB എന്ന് വിളിക്കാം. ഈ വെക്ടർ AB എന്ന് പറയുന്ന ഈ വെക്ടറിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാൻ ചോദിക്കും. ഇങ്ങനെ ചോദിച്ചതിന് ശേഷം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ജസ്റ്റ് മോഡുലസ് എടുക്കുക. എങ്ങനെയാ മോഡുലസ് എടുക്കുക മക്കളെ? പറ, എങ്ങനെയാ മോഡുലസ് എടുക്കുക? പറ മക്കളെ, എങ്ങനെയാ മോഡുലസ് എടുക്കുക? മോഡ് ഓഫ് എ വെക്ടർ ഒന്നുമില്ല, സ്ക്വയർ റൂട്ട് ഓഫ് ഐ, ഐൻ്റെ സ്ക്വയർ പ്ലസ് j ഇല്ല, 0 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു √18. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ ശ്രദ്ധിച്ചോളൂ കേട്ടോ. യൂണിറ്റ് വെക്ടർ ഇൻ ഡയറക്ഷൻ ഓഫ് ദിസ് വെക്ടർ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെക്ടറിനെ പിടിക്കുക. യൂണിറ്റ് വെക്ടർ എ ബി ക്യാപ്പ് ആയിരിക്കും കേട്ടോ. എ ബി ക്യാപ്പ് എങ്ങനെ വരും? 3/√18i മൈനസ് 3/√18j. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? എന്താണുള്ളത്? ഒന്നുമില്ല, ഈ വെക്ടറിനെ ഈ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. വെക്ടറിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇസ് ഇറ്റ് ക്ലിയർ? വെക്ടർ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, സംടൈംസ് ക്വസ്റ്റ്യൻ അങ്ങനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു പോവാം കേട്ടോ. ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വെക്ടർ കണ്ടുപിടിക്കണം, അതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഡയറക്ഷൻ കൊസൈൻ ഓഫ് ദ വെക്ടർ 3i minus 2j plus 5k. എങ്ങനെയാണ് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കുക? ഡയറക്ഷൻ കൊസൈൻസ് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ, ഡയറക്ഷൻ കൊസൈൻസ് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളാം മക്കളെ. ഡയറക്ഷൻ കൊസൈൻസ് L is equal to cos alpha is equal to x by r. എന്താണ് r എന്ന് പറയുന്നത്? r is the modulus of that particular vector. m is equal to cos beta is equal to y by r. r എന്ന് പറയുന്നത് മോഡുലസ് ആണ്. n is equal to cos gamma is equal to z by r. r എന്ന് പറയുന്നത് എന്താണ്? യെസ്, r എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ആണ്. ഓർക്കുന്നുണ്ടോ? ഡയറക്ഷൻ കൊസൈൻ. ഇതിൽ എക്സും വൈയും സെഡിനെയും പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോ. ഓക്കെ, ഡയറക്ഷൻ റേഷ്യോസ് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈന് കിട്ടും. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പറ. 3i minus 2j plus 5k ആണ്. സോ ഈ വെക്ടറിന് ഞാനൊരു വെക്ടർ എ എന്നോ എന്തോ പേര് കൊടുക്കുക. സോ ഇവിടെ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ഇതിന്റെ മോഡുലസ് ആണ്. വെക്ടർ എ, മോഡ് വെക്ടർ എ മോഡുലസ് എന്താ വരിക? ആൻസർ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ 9 4 25 is equal to square root of what? എന്ത് വരും ആൻസർ? സ്ക്വയർ റൂട്ട് ഓഫ് 38. 25 plus 4 29 plus 9 38. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? Is it clear? So how to find direction cosine? നോക്കൂട്ടോ, L, M, N ഈ മൂന്ന് സംഗതികളാണ്. അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എക്സ്, ഡയറക്ഷൻ റേഷ്യോ ഓഫ് എക്സ് 3/√38 അല്ലേ? 9 4 25. ഓക്കെ, എം എങ്ങനെ കിട്ടും? -2/√38. എൻ എങ്ങനെ കിട്ടും? 5/√38. ക്ലിയർ ആയോ? ദീസ് ആർ കോൾഡ് ഡയറക്ഷൻ കൊസൈൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഡയറക്ഷൻ കൊസൈന് കാണാൻ ഒന്നുമില്ല. നമ്മൾ എക്സിന്റെ കോർഡിനേറ്റ് എൽ എന്ന് പറയുന്നത് കോസ് ആൽഫ എന്ന് പറയും. എക്സ് കോർഡിനേറ്റ് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എം എന്ന് പറയുന്നത് കോസ് ബീറ്റ എന്ന് പറയും. വൈ കോർഡിനേറ്റ് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എൻ എന്ന് പറയുന്നത് കോസ് ഗാമ എന്ന് പറയും. സെഡ് കോർഡിനേറ്റ് മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോടാ? ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ എ വെക്ടർ എ ആൻഡ് ബി. ഫൈൻഡ് എ ക്രോസ് ബി. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലാർ ടു എ ആൻഡ് ബി. യെസ്, ഈ രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ?
ഓക്കെ 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 മക്കളെ ഇതാ പോകുന്നു നമ്മള്. ഈ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞു എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എ ക്രോസ് ബിയിൽ നിന്ന് ഷുവർ ആണ്. ഒരു ക്വസ്റ്റ്യൻ എ ക്രോസ് ബിയിൽ നിന്ന് ഷുവർ ആണ്. ഓക്കെ യെസ്, ഒരു ക്വസ്റ്റ്യൻ എ ക്രോസ് ബിയിൽ നിന്ന് ഷുവർ ആണ് മക്കളെ. ഒരു ക്വസ്റ്റ്യൻ എ ക്രോസ് ബിയിൽ നിന്ന് ഷുവർ ആണ്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എയും ബിയും തന്നിട്ടുണ്ട്. ഫൈൻഡ് എ ക്രോസ് ബി. പെട്ടെന്ന് എ ക്രോസ് ബി കണ്ടെത്തിയ മക്കളെ, പെട്ടെന്ന് എ ക്രോസ് ബി കണ്ടെത്തിയേ, പെട്ടെന്ന് എ ക്രോസ് ബി കണ്ടെത്തിയേ. യെസ്, പെട്ടെന്ന് 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 എ ക്രോസ് ബി പെട്ടെന്ന് കണ്ടെത്താം. ഓക്കെ, പെട്ടെന്ന് എ ക്രോസ് ബി കണ്ടെത്തിയേ. പെട്ടെന്ന് എ ക്രോസ് ബി കണ്ടെത്തിയേ. യെസ്, ഓൾ ഓഫ് യു ലിസൺ. പെട്ടെന്ന് എ ക്രോസ് ബി കണ്ടെത്തിയേ. എന്താടാ എ ക്രോസ് ബി? എ ക്രോസ് ബി എങ്ങനെ കാണും? ഇനി അതാ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കുറെ പേര്. എക്സാം ആയി, എ ക്രോസ് ബി അറിയില്ലേ? ഡിറ്റർമിനന്റ് ഐ ജെ കെ നോക്കിക്കോളൂ കേട്ടോ. എ വെക്ടർ എന്താ? 2 1 1 2 1 1. നെക്സ്റ്റ് ബി വെക്ടർ എന്താ? 1 1 1. സോ ഈ ഡിറ്റർമിനന്റ് എടുക്കുക. ഐ ഇൻറ്റു 1 മൈനസ് 1 1 മൈനസ് 1 മൈനസ് ജെ ഇൻറ്റു 2 മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു എന്ത് വരും? j into 2 minus again 2 minus 1. So we get I 0 ആയി പോയി. No need. Minus j into 1 plus k. So we get minus j plus k. Clear ആണോ? Is it clear? കിട്ടിയോ? ആൻസർ കിട്ടിയോ? കറക്റ്റ് ആണോടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ മക്കളെ. ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എ ക്രോസ് ബിയുടെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞു. എ ക്രോസ് ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും. ഈ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആണ്. ക്ലിയർ ആയോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? എടാ ശ്രദ്ധിക്കുക, എ ക്രോസ് ബി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ എ ക്രോസ് ബി എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് എന്താണ്? മൈനസ് ജെ പ്ലസ് കെ ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. മനസ്സിലായോ? ഇത് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആണ് ഈ വെക്ടർ. ഇനി അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്താൽ പോരെ? ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ? ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ചിലപ്പോൾ അവര് നേരെ 3 മാർക്ക് ഇടും. 3 മാർക്ക് ഇട്ടിട്ട് ഫൈൻഡ് എ ക്രോസ് ബി എന്നുള്ള ഓപ്ഷൻ കൊടുക്കൂല. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യും? പെർപെൻഡിക്കുലർ ടു ബോത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലർ ടു ബോത്ത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മക്കളെ നിങ്ങൾ എ ക്രോസ് ബി എടുത്തോളാം. പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യോളാ? എ ക്രോസ് ബി എടുത്തോളുക. ഓക്കെ, അപ്പം ഇവിടെ എ ക്രോസ് ബി കണ്ടു. ആ എ ക്രോസ് ബി എന്താണ്? പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ആണ്. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വന്നപ്പോൾ നമുക്കൊരു യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി വേണം. വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി നമ്മുടെ കയ്യിലുണ്ട്. അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്താൽ പോരെ? അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്താൽ പോരെ? എങ്ങനെയാ യൂണിറ്റ് വെക്ടർ ആക്കി കൺവേർട്ട് ചെയ്യുക? ഒന്നുമില്ല, ഇതിനെന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല, ഇതിനെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ വാട്ട് ഈസ് നമുക്ക് മോഡ് എ ക്രോസ് ബി എന്താ? മോഡ് എ ക്രോസ് ബി എന്താടാ പറ? സ്ക്വയർ റൂട്ട് ഓഫ് -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് √2. സോ യൂണിറ്റ് വെക്ടർ കൃത്യമായിട്ട് കിട്ടും. യൂണിറ്റ് വെക്ടർ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, യൂണിറ്റ് വെക്ടർ കൃത്യമായിട്ട് കിട്ടും. -1/√2i പ്ലസ് 1/√2 i ഇല്ലല്ലോ, ജെ അല്ലേ ഉള്ളൂ. ജെ ആൻഡ് കെ. 1/√2j and 1/√2k. 1/√2j and 1/√2k. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പൊ ഞാൻ 1-2 ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊന്ന് ഒരു എഴുതി അടിച്ചോട്ടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ പ്രൊജക്ഷൻ വെക്ടർ. അറിയാലോ, പ്രൊജക്ഷൻ വെക്ടർ കാണാൻ അറിയാലോ. പ്രൊജക്ഷൻ വെക്ടർ കാണാൻ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ, പെട്ടെന്ന് നോട്ട് ചെയ്തോളൂ. പ്രൊജക്ഷൻ വെക്ടർ കാണാൻ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രൊജക്ഷൻ വെക്ടർ കാണാൻ ഒരു ക്വസ്റ്റ്യൻ. യെസ്, പെട്ടെന്ന് നോട്ട് ചെയ്യുക. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പെട്ടെന്ന്.
ഓക്കെ, പ്രൊജക്ഷൻ വെക്റ്റർ കാണാൻ ഒരു ക്വസ്റ്റ്യൻ. യെസ്, നെക്സ്റ്റ്. എഴുതിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നോക്കൂ, കൺസിഡർ ദ വെക്റ്റർ. 2 വെക്റ്റർ വന്നിട്ടുണ്ട്. ഫൈൻഡ് എ ക്രോസ് ബി. ഫൈൻഡ് ഏരിയ ഓഫ് പാരലോഗ്രാം whose adjacent sides are എ ആൻഡ് ബി. നോക്കൂട്ടോ, ഇവിടെ നിങ്ങൾ എ ക്രോസ് ബി കണ്ടെത്തുന്നു. നിങ്ങൾക്ക് എ ക്രോസ് ബി എന്തോ കിട്ടും അല്ലേ? പിന്നെ ഏരിയ ഓഫ് പാരലോഗ്രാമിന് ഒരു മാർക്കേ കാണൂ. അപ്പൊ ഏരിയ ഓഫ് പാരലോഗ്രാമിന് വേറെ എന്തോ ഒരു ഇക്വേഷൻ ഒന്നും അല്ല, എ ക്രോസ് ബിന്റെ മോഡുലസ് ആയിരിക്കും. മനസ്സിലായോ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണെങ്കിൽ മോഡുലസ് എടുത്ത് 1/2 ചെയ്യാം. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, നമ്മളോട് എ ക്രോസ് ബി കാണാനുണ്ട്, അതിന് 2 മാർക്കും ഏരിയ ഓഫ് പാരലോഗ്രാമിന് 1 മാർക്കേ കാണൂ. അപ്പൊ എല്ലാവരും വിചാരിക്കും ഏരിയ ഓഫ് പാരലോഗ്രാം കുറച്ച് ചെയ്യാനുണ്ടാവില്ലേ? ഒന്നും ചെയ്യാനില്ല. എ ക്രോസ് ബി കിട്ടി അതിന്റെ മോഡുലസ് എടുക്കേണ്ട പണിയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്, ഓക്കെ. ഗുഡ്. ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഏറെക്കുറെ ഒരുപാട് മേഖലകൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, പരമാവധി നമ്മൾ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, യെസ്. അപ്പം പരമാവധി അടിപൊളിയായിട്ട് എഴുതുക. നമ്മൾ നല്ല മാർക്കൊക്കെ വാങ്ങി എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ഓക്കെ, വിഷ് എ നൈസ് ഡേ. ഓക്കെ.